ഇപ്പോൾ തരീക്കത്ത് തന്നെ മനുഷ്യനെ ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതത്തിൻ്റെ ആ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് സൂഫിയാക്കളാവുന്ന എന്ന് പറയണ മഹാന്മാരൊക്കെ മുമ്പ് നമുക്കൊക്കെ ഒരു പിന്നെ വെടിത്താന്ന് തോന്നും. അവർ ചില സാധനങ്ങൾ ഒരു ഉറുമ്പിനെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയാൽ അവരെ കുപ്പായത്തിലോ മറ്റോ ആയിട്ട് അത് എവിടുന്നാണ് കൂടിയത് അവിടെ കൊണ്ടുപോയി അതിനെ എന്താക്കും വിട്ടേച്ച് പോരും. അത്രമാത്രം ശ്രദ്ധിച്ച് ജീവിച്ച ആളുകളാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ് സൂഫി തരീക്കത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചില ആളുകൾ അവരെ ഭൗതികമാവുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടി ഇതിനുപയോഗപ്പെടുത്തി. എന്നിട്ട് അവർ അതാണ് നമ്മൾ വ്യാജ തരീക്കത്ത് എന്നൊക്കെ പറയുന്നത്. തരീക്കത്ത് എന്ന് പറഞ്ഞത് എപ്പോഴും ഇസ്ലാമിക ശരീഅത്തിനോട് എതിരാവാൻ പാടില്ല. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജനങ്ങളെ ജനങ്ങളെ സഞ്ചരിപ്പിക്കലാണ്. അപ്പോൾ ശരീഅത്തിന് വിരുദ്ധമാവുന്ന ഒന്നും തരീക്കത്തിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ പലതും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെന്താകുന്നത് എതിർക്കുന്നത്. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിനെ എതിർക്കണം, ആശയപരമായിട്ട് അവരൊക്കെ എതിർക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യരെന്നുള്ള നിലക്കോ അല്ലെങ്കിൽ മറ്റു നിലക്കോ ഉള്ള ബന്ധങ്ങൾക്കൊന്നും അതിന് പിന്നെ തകരാറ് വരാൻ പാടില്ലല്ലോ.